ക്ലാസ് മുറികളിൽ ആവർത്തിച്ച് പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ടോ? ഇതാ നിങ്ങൾക്കതിൻ്റെ പരിഹാരവുമായി ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുതിയ സംരംഭം നിങ്ങൾക്ക് മുൻപിൽ കാഴ്ചവെക്കുന്നു. അതെ, ക്ലാസ് മുറികളിലെ പഠന ശ്രവ്യ അനുഭവം പുനഃസൃഷ്ടിച്ചുകൊണ്ട് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും വ്യത്യസ്ത രീതിയിൽ വീഡിയോകൾ തയ്യാറാക്കി നിങ്ങളുടെ മുൻപിലേക്ക്, നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളുടെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് അതിലെ പഠനാനുഭവങ്ങൾ നിങ്ങൾ നേരിട്ട് അനുഭവിക്കുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മാത്സ് ആണ്. പലരും, അതായത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പറയാറുള്ള ഒരു കാര്യമാണ്, അവർക്കെല്ലാവർക്കും മാത്സ് പാടാണ് എന്നത്, അല്ലേ? അപ്പോൾ മാത്സ് പാടാവാനായിട്ട് ഒരു കാര്യം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ കാര്യം എന്താ പറയണ്ടേ, ആ ഒരു മാത്സ് പാടാൻ എന്തായാലും ഒരു കാര്യം ഉണ്ടാവും, അല്ലേ? ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാം. ആദ്യം എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കണം. മാത്സ് പാടാകാനായിട്ടുള്ള പ്രശ്നം എന്താണ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാം. മാത്സ് പാടാകാനുള്ള, പലപ്പോഴും പലർക്കും മാത്സ് എന്ന വിഷയം പാടാകാനുള്ള കാര്യമെന്ന് പറയുന്നത് അവർക്ക് മാത്സിൽ വ്യക്തമായ ഒരു ബേസ് ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളിപ്പോൾ സ്കൂളിൽ പോയാലും ട്യൂഷന് പോയാലും എവിടെ പോയാലും ആദ്യമേ എന്ത് ചെയ്യും? പലരും ഇപ്പോൾ ചാപ്റ്റേഴ്സ് അങ്ങ് പഠിപ്പിച്ചു തുടങ്ങും. നമുക്കൊന്നും അറിഞ്ഞുകൂടാതെ, ബേസ് ഒന്നും അറിയില്ലാതെ നമ്മളെന്താ പറയുക, ചാപ്റ്റേഴ്സ് അങ്ങ് പഠിപ്പിക്കുവാണ്. നമുക്ക് എന്തെങ്കിലും മനസ്സിലാവൂടെ? ഇപ്പൊ നമുക്ക് ഈ നമുക്ക് അറിയില്ല എന്ന് കരുതുക. ഈ അറിയില്ലാത്ത നമ്മളോട് വന്നിട്ട് ഒരു സാറ് നോട്ട് എഴുതാനായിട്ട് പറയുവാണ്. നമുക്കത് അറിയാനായിട്ട് കഴിയുമോ? ഒന്നും അറിയാൻ കഴിയില്ല, അല്ലേ? നമ്മളിങ്ങനെ വായും തുറന്ന് ഇങ്ങനെ ഇരിക്കും. അതുപോലെയാണ് മാത്സും എല്ലാവർക്കും സിമ്പിൾ ആക്കാം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്, മാത്സിൽ കുറച്ച് ബേസിക് ടോപ്പിക്സ് ഉണ്ട്. ആ ബേസ് ആയിട്ടുള്ള ആ ടോപ്പിക്സ് അറിയുവാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും മാത്സ് വളരെ സിമ്പിൾ ആക്കാം. അപ്പൊ നമുക്ക് ആ ടോപ്പിക്സിലേക്ക് പോകാം. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, എല്ലാവരും 1 മുതൽ 12 വരെയുള്ള ഇഞ്ചുവടി അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിരിക്കും. 1 മുതൽ 12 വരെയുള്ള ഇഞ്ചുവടി അല്ല എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവരും പഠിച്ചിരിക്കണം. എല്ലാവരും അത് സ്വയം കാണാപ്പാഠം പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. നമുക്ക് മാത്സിൽ മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാം. ടോപ്പിക് ഇതാണ്, ഫ്രാക്ഷൻ നമ്പേഴ്സ്. ഓക്കെ, ഏതാ? ഫ്രാക്ഷൻ നമ്പേഴ്സ്. പലർക്കും ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ അഡിഷനോ സബ്ട്രാക്ഷനോ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ വ്യക്തമായി അറിയില്ലേ? പലർക്കും ഡൗട്ടായി. അപ്പൊ നമുക്ക് എങ്ങനെ അത് സിമ്പിളായിട്ട് പഠിക്കാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് അറിയാം. ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, A/B ഫോമിലുള്ള ഏതൊരു നമ്പറിനെയും നമുക്ക് ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് പറയാം. A/B ഫോമിലുള്ള ഏതൊരു നമ്പറിനെയും നമുക്ക് ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, അംശവും ഛേദവുമുള്ള ഏതൊരു നമ്പേഴ്സിനെയും നമുക്ക് ഫ്രാക്ഷൻ നമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പോ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്താണ് എന്ന് ആദ്യം അറിയണം, അല്ലെ? സിമ്പിൾ ആയിട്ട് പറയാം. ഈ ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ അല്ലെങ്കിൽ അംശം, ഛേദം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വായും തുറന്നിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ A/B ഫോമിലുള്ള നമ്പറിന്റെ മുകളിലുള്ള ഈ നമ്പറാണ് എന്തോന്ന്? ന്യൂമറേറ്റർ. ഇതാണ് ന്യൂമറേറ്റർ. ഇതാണ് എന്തോന്ന്? ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മലയാളം മീഡിയത്തിനാണെങ്കിലോ അംശം എന്ന് പറയും. ഈ താഴെയുള്ള നമ്പറാണ് എപ്പോഴും എന്താ? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം. എന്താ? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ എന്താ? ഛേദം എന്ന് പറയും. ഓക്കെ ആണോ? അപ്പൊ മുകളിലുള്ള നമ്പർ എന്താ? അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ. താഴെയുള്ള നമ്പർ എന്താ? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം. അപ്പോൾ A/B ഫോമിലുള്ള നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ മുകളിലുള്ള നമ്പേഴ്സിനെ നമ്മൾ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്ന് പറയും. താഴെയുള്ള നമ്പറിന് നമ്മൾ എന്തെന്ന് പറയും? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ അഡിഷനിലേക്ക് പോകാം. എങ്ങനെ നമുക്ക് 2 ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാം, എങ്ങനെ 2 ഭിന്നസംഖ്യകളെ നമുക്ക് കൂട്ടാം എന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഇപ്പോൾ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ അഡിഷൻ, ഉദാഹരണമായിട്ട് 2 നമ്പേഴ്സാണ് ഇപ്പോൾ 2/3 + 4/5 എന്ന് കരുതുക. നിങ്ങളോട് 2/3 എന്ന് പറയുന്നൊരു ഫ്രാക്ഷൻ നമ്പറും ഭിന്നസംഖ്യയും 4/5 എന്ന് പറയുന്ന മറ്റൊരു ഫ്രാക്ഷൻ നമ്പറും തമ്മിൽ ആഡ് ചെയ്യുവാൻ പറയുവാണ്, കൂട്ടാൻ പറയുവാണ്.
അപ്പോൾ ഒരു ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യുവാനോ പറഞ്ഞാൽ, ഇപ്പൊ രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് തന്ന ശേഷം അവയെ തമ്മിൽ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യുവാനോ പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അവയുടെ ഡിനോമിനേറ്റർ, ഛേദം തുല്യമാണോ വ്യത്യസ്തമാണോ എന്ന് നോക്കണം. സിമ്പിൾ ആണ്ടാ. ഫ്രാക്ഷൻ നമ്പേഴ്സിനെ കൂട്ടുവാനോ കുറയ്ക്കുവാനോ പറഞ്ഞാൽ, ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യുവാനോ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മറ്റൊന്നുമല്ല, ആ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റർ, ഛേദം തുല്യമാണോ വ്യത്യസ്തമാണോ, സെയിം ആണോ ഡിഫറൻ്റ് ആണോ എന്ന് നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഛേദം എന്ന് പറഞ്ഞാൽ താഴെയുള്ള നമ്പർ അല്ലേ? അപ്പൊ നോക്കിയേ, താഴെയുള്ള നമ്പേഴ്സ് നമ്മൾ നോക്കി, സെയിം ആണോടെ, നമ്മളോട് സെയിം ആണോ ഡിഫറൻ്റ് ആണോ തുല്യമാണോ വ്യത്യസ്തമാണോ എന്ന് നോക്കാനല്ലേ പറഞ്ഞത്. നോക്കിയേ 3ഉം 5ഉം. അപ്പൊ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റർ എന്തല്ല? സെയിം അല്ല. അങ്ങനെ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല എങ്കിൽ, ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ല എങ്കിൽ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഓക്കെ ആണോ? ഫ്രാക്ഷൻ നമ്പറിന്റെ ഡിനോമിനേറ്റർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ സെയിം അല്ല എങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതായത് വിപരീത ഗുണനം. നോക്കിയേ, ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ വിപരീത ഗുണനം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ അമ്പരന്നിരിക്കും, ദൈവമേ വിപരീത ഗുണനം അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്താ ഈ സംഭവം അല്ലേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോ, എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ സൈൻ വരയ്ക്കാൻ അറിയാമോ? ഇവിടെ ഗുണനചിഹ്നം വരയ്ക്കാൻ അറിയാമോ? നമ്മൾ ആദ്യം എവിടെ നിന്ന് ഇങ്ങോട്ടാ വരയ്ക്കുന്നത്? നോക്കി, ഇവിടെ ഇതല്ലേ ഒരു ഗുണനചിഹ്നം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ നോക്കിയേ, ശ്രദ്ധിക്കണേടാ, ഇതാ ഒരു ഗുണനചിഹ്നം വരയ്ക്കുമ്പോൾ ആദ്യം നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ ഒരു വര വരയ്ക്കുള്ളൂ. അതായത് ഇടത്ത് നിന്ന് വലത്തേക്കല്ലേ വര വരയ്ക്കുന്നേ? ഞാനും വരയ്ക്കുന്നു. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര വരയ്ക്കുന്നു. അപ്പൊ ഏതൊക്കെ തമ്മിലാ കൂട്ടിമുട്ടിയത്? 2ഉം 5ഉം, 2ഉം 5ഉം അല്ലേ? അപ്പൊ അവയെ തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നോക്കിയേ, 2 × 5. മൾട്ടിപ്ലിക്കേഷന്റെ ചിഹ്നം കംപ്ലീറ്റ് ആയോ ഇവിടെ? ഇല്ലല്ലേ? ഇപ്പൊ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര, ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ സൈൻ എന്തായി? കംപ്ലീറ്റ് ആയി. ഞാനും വരയ്ക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര. അപ്പൊ ഏതൊക്കെ തമ്മിൽ കൂട്ടിമുട്ടി? 4ഉം 3ഉം അല്ലേ? ഇവിടെ മിഡിലുള്ള സൈൻ ഏതാ? പ്ലസ്. അപ്പൊ പ്ലസ് 4 × 3 ബൈ എന്താ പറയണ്ട? ഹോൾ ഡിവൈഡഡ് ബൈ കൊടുക്കണം. നോക്കിയേ, 2 × 5ഉം ചെയ്തു, 4 × 3ഉം ചെയ്തു. ഇനി ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഹോൾ ഡിവൈഡഡ് ബൈ കൊടുത്തത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ സൈൻ വരച്ചു അല്ലേ? എന്താ ഇവിടെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വരയ്ക്കും. ഞാനും ഇവിടെ ഇങ്ങനെ കൂട്ടിച്ചേർക്കും. അപ്പൊ ഏതൊക്കെ തമ്മിലാ കൂട്ടിമുട്ടിയത്? 3ഉം 5ഉം. അപ്പൊ എന്താ? 3 × 5, അതായത് which is equal to, നോക്കിയേ, 10. 2 × 5 10 അല്ലേ? 10 പ്ലസ് 4 × 3 എന്താ? 4 × 3 12 ബൈ 3 × 5 15. അതായത് 10 പ്ലസ് 12 എന്താ? 22 ബൈ 15. ഓക്കെ ആണോ? ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ അഡിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരൊറ്റ സിമ്പിൾ പഠിച്ചാൽ മതി അല്ലേ? ഈ ഒരൊറ്റ സിമ്പിൾ പഠിച്ചാൽ പോരെ? സിമ്പിൾ അല്ലേ? നമ്മൾ ഗുണനചിഹ്നം വരയ്ക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ഇത്രയേ ഉള്ളൂ. ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ കൂട്ടാനും കുറയ്ക്കാനും ഈ ഒരു സിമ്പിൾ മാത്രം പഠിച്ചാൽ മതി. അവയെ തമ്മിൽ പരസ്പരം എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായോ? ഇവിടെ പറയാം, ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പൊ 2ഉം 5ഉം കൂട്ടിമുട്ടി. അപ്പൊ 2 × 5. മിഡിലെ സൈൻ ഏതാ? പ്ലസ് അല്ലേ? അതുകൊണ്ട് ഞാനും പ്ലസ് കൊടുത്തു. ശേഷം ഗുണനചിഹ്നം കംപ്ലീറ്റ് ആയില്ല. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. അപ്പൊ ആരൊക്കെ തമ്മിൽ കൂട്ടിമുട്ടി? 4ഉം 3ഉം. അപ്പൊ 4 × 3 എത്രയാണ്? 12 ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ അതിന് പകരം ഒരു വര കൊടുക്കുന്നു. എന്താ? ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? അതുപോലെ വര കൊടുക്കുന്നു. അപ്പൊ 3ഉം 5ഉം തമ്മിൽ കൂട്ടിമുട്ടി. അപ്പൊ എന്ത് ചെയ്തു? 3 × 5, 2 × 5 10 പ്ലസ് 4 × 3 12 ബൈ 15, അതായത് 22 ബൈ 15. 22നും 15നും പൊതുവായിട്ടൊരു ഗുണനമില്ലാത്തത് കൊണ്ട് നമ്മൾ അതുപോലെ തന്നെ എഴുതും. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോടെ? ഓക്കെ. അപ്പൊ നമ്മൾ രണ്ട് ഭിന്നസംഖ്യകൾ വ്യത്യസ്ത ഡിനോമിനേറ്റർ വന്നാൽ, ഛേദം വ്യത്യസ്തമായിട്ട് വന്നാൽ അവയെ തമ്മിൽ എങ്ങനെ കൂട്ടാമെന്ന് നോക്കിയല്ലേ? ഇനി ഛേദം തുല്യമായിട്ട് വന്നാൽ നമുക്ക് രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സിനെ എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. നോക്കിയേ, 3/5 പ്ലസ് 4/5. അപ്പൊ നോക്കിയടാ, നമ്മളോട് പറഞ്ഞേക്കുന്ന 3/5 പ്ലസ് 4/5, അതായത് 5ൽ 3 പ്ലസ് 5ൽ 4,
5-ൽ 3-ഉം 5-ൽ 4-ഉം കൂടി കൂട്ടാനാ പറഞ്ഞേക്കുന്നത് അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ കൂട്ടുവാനോ കുറയ്ക്കുവാനോ വന്നാല് നമ്മൾ ആദ്യം എവിടെയാ നോക്കേണ്ടേ? എല്ലാരും പറഞ്ഞേടാ. ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാല് നമ്മൾ ആദ്യം ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റർ ഛേദം തുല്യമാണോ വ്യത്യസ്തമാണോ എന്ന് നോക്കണം അല്ലേ? അപ്പോ ഛേദം വ്യത്യസ്തമാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് മറ്റേ ഇൻഡു ചിഹ്നമൊക്കെ കുറിച്ച് പറഞ്ഞു തന്നില്ലേ അല്ലേടേ? അത് ഛേദം വ്യത്യസ്തമാണെങ്കിൽ, ഡിനോമിനേറ്റർ വ്യത്യസ്തമാണെങ്കിൽ, ഇവിടെ നോക്കിയേ, രണ്ട് സ്ഥലത്തും ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വന്നാല് എന്താടാ? ഡിനോമിനേറ്റർ ഛേദം തുല്യമായി വന്നാല്, ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം തുല്യമായിട്ട് വന്നാൽ സിമ്പിൾ ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ആണ്ടാ, നോക്കിയേ. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം തുല്യമായിട്ട് വന്നാല് നമ്മൾ ഡിനോമിനേറ്റർ അതുപോലെ എഴുതണം. എന്താ ചെയ്യണ്ടേ? ഡിനോമിനേറ്റർ അതുപോലെ എഴുതണം. എന്നിട്ട് ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ കൂട്ടാനാണെങ്കിൽ കൂട്ടണം, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കണം. ഇവിടെ കൂട്ടാനോ കുറയ്ക്കാനോ? ഇവിടെ കൂട്ടാൻ അല്ലേ? അപ്പൊ നമുക്ക് കൂട്ടാം. 3 + 4 അതായത് 7/5. 7/5 ഇതാണ് ആൻസർ. സിമ്പിൾ ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോ എന്താ പറയണ്ടേ? ഡിനോമിനേറ്റർ ഛേദം തുല്യമായിട്ടാണ് വരുന്നതെങ്കിൽ, ഓക്കെ, ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ പറയുമ്പോൾ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം തുല്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ കൂട്ടാനാണെങ്കിൽ കൂട്ടണം, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കണം. ഇവിടെ ഛേദം അതുപോലെ എഴുതി, ശേഷം കൂട്ടാനായിരുന്നു, അതുകൊണ്ട് കൂട്ടി. 3 + 4. ഓക്കെ, ഇപ്പൊ 7/5 എന്ന് ഒന്ന് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ. ഓക്കെ, ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ, അതായത് രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം. നോക്കിയോ, സിമ്പിൾ ആണ്. 7/4 - 2/3 ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 7/4 - 2/3 ഞാൻ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ, ഭിന്നസംഖ്യകളെ തമ്മിൽ കുറയ്ക്കുവാണ്. എടേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ, ഫ്രാക്ഷൻ നമ്പേഴ്സിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ, ഭിന്നസംഖ്യകളെ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഛേദം തുല്യമാണോ വ്യത്യസ്തമാണോ എന്ന് നോക്കണം അല്ലേ? ഇപ്പൊ ഛേദം തുല്യമാണെങ്കിൽ എങ്ങനെയാ? ഛേദം അതുപോലെ എഴുതിയിട്ട് അംശങ്ങളെ തമ്മിൽ കൂട്ടാനാണെങ്കിൽ കൂട്ടും, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കും. ഇനി ഛേദം ഡിഫറന്റ് ആണെങ്കിലോ, ഡിനോമിനേറ്റർ ഡിഫറന്റ് ആണെങ്കിലോടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ തന്നെയാണ് ഇവിടെയും. രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് തന്നിട്ട് കുറയ്ക്കുവാൻ പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ നോക്കണോടെ? ഛേദം ഡിനോമിനേറ്റർ സെയിം ആണോ വ്യത്യസ്തമാണോ എന്ന് നോക്കണം. നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം ആണോ വ്യത്യസ്തമാണോ? ഇവിടെ 4, ഇവിടെ 3. അപ്പൊ ഡിനോമിനേറ്റർ എന്താ? വ്യത്യസ്തം അല്ലേ? ഡിനോമിനേറ്റർ വ്യത്യസ്തമാണെങ്കിൽ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, വിപരീത ഗുണനം. നിങ്ങൾ ഈ ചിഹ്നം എന്ത് ചെയ്യരുത്? മറക്കരുത്. ഈ ചിഹ്നം മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കി, ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു. എന്താ? അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഏതൊക്കെ തമ്മിൽ കൂട്ടിമുട്ടി? 7ഉം 3ഉം അല്ലേ? അപ്പൊ നോക്കിയടാ, അവയെ തമ്മിൽ ഗുണിക്കണം. എന്തുകൊണ്ടാ? ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയതുകൊണ്ട്. അപ്പൊ 7 × 3. ശേഷം ഇവിടെ മിഡിലുള്ള സൈൻ ഏതാ? മൈനസ്. അതുകൊണ്ട് മൈനസ് കൊടുക്കുന്നു. ശേഷം നോക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു ഞാൻ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതുപോലെ വരയ്ക്കുന്നു. ഏതൊക്കെ തമ്മിൽ കൂട്ടിമുട്ടി? 2ഉം 4ഉം. ഇപ്പൊ എന്താ? 2 × 4 ഹോൾ ഡിവൈഡഡ് ബൈ. ഓക്കെ, ഞാനിവിടെ കൊടുക്കുന്നു. ആഹാ, അല്ല പിന്നെ അല്ലേ, നമ്മളെ പറ്റിക്കാൻ പോകും. നോക്കിയേ, ഞാനും മര വരച്ചതോളം ഞാനും ഇതാ വരച്ചു. നോക്കിയടാ, ഇപ്പൊ ഏതൊക്കെ തമ്മിൽ കൂട്ടിമുട്ടി? ഇവിടെ 4ഉം 3ഉം. സിമ്പിൾ. നോക്കിയേ, 4 × 3. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടെ? നോക്കിയേ, 7 × 3. എന്താ 7 × 3 എന്ന് പറഞ്ഞാല്? 7 × 3 എന്ന് പറഞ്ഞാല് 21 മൈനസ് 2 × 4 എന്താ? 8 ബൈ 4 × 3 എന്താ? 12. അപ്പൊ 21 - 8 എന്താണ്? 21 - 8 എന്ന് പറഞ്ഞാല് 21 - 8 എന്ന് പറഞ്ഞാല് 13. അപ്പൊ 13/12 ഇതാണ് ആൻസർ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആയാല്, അതായത് ഡിനോമിനേറ്റർ ഛേദം തുല്യമായ രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സിനെ എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 10/8 - 3/8. ഇവിടെ കുറയ്ക്കാനല്ലേടെ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു അല്ലേ, ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നോക്കണോടെ? ഡിനോമിനേറ്റർ നോക്കണം അല്ലേ? എവിടെ നോക്കണം? ഡിനോമിനേറ്റർ ഛേദം ആ നമ്പേഴ്സിന്റെ താഴ്ഭാഗത്ത് എന്ത് ചെയ്യണം? നോക്കണം അല്ലേ? അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണോ ഡിഫറെന്റ് ആണോടെ? ഡിനോമിനേറ്റർ ഛേദം എന്താ? സെയിം ആണ് അല്ലേ?
ഛേദം തുല്യമാണെങ്കിൽ ഛേദം അതുപോലെ എഴുതണം. ഛേദം എന്തിനൂടെ അതുപോലെ എഴുതണം. നമ്മൾ നേരത്തെ കൂട്ടാൻ പഠിച്ചതുപോലെ തന്നെയാണ്. ശേഷം ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കണം, കൂട്ടാനാണെങ്കിൽ കൂട്ടണം. ഇവിടെ എന്താ? ഇവിടെ കുറയ്ക്കാനാണ് അല്ലേ. ഇപ്പൊ എന്താ കുറയ്ക്കുന്നു? 10 - 3 = 7/8. ഓക്കെ, മനസ്സിലായോടെ? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. നമ്മൾ ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആണോ വ്യത്യസ്തമാണോ എന്ന് നോക്കേണ്ടത്. ശേഷം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ ഛേദം അതുപോലെ എഴുതിയിട്ട് അംശങ്ങളെ തമ്മിൽ ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ കൂട്ടാനാണെങ്കിൽ കൂട്ടും, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കും. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം വ്യത്യസ്തമാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ അല്ലേ? നമുക്കിനി രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ, രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ എങ്ങനെ ഗുണിക്കാമെന്ന്, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അടുത്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. സിമ്പിളാണ്. ഓക്കെ, 3/5 × 4/6. ഞാൻ നിങ്ങളോട് ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആഡ് ചെയ്തപ്പോഴും സബ്സ്ട്രാക്ട് ചെയ്തപ്പോഴും പറഞ്ഞു ഡിനോമിനേറ്റർ സെയിം ആണോ വ്യത്യസ്തമാണോ എന്ന് നോക്കണമെന്ന് അല്ലേ. എന്നാൽ ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും അവയുടെ ഡിനോമിനേറ്റർ സെയിം ആണോ ഡിഫറൻ്റ് ആണോ എന്നൊന്നും നോക്കണ്ട. അപ്പോൾ നമുക്ക് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാം. ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ. രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവയുടെ ഡിനോമിനേറ്റർ സെയിം ആയാലും ശരി തന്നെ വ്യത്യസ്തമായാലും ശരി തന്നെ, സെയിം ആയാലും ശരി തന്നെ ഡിഫറൻ്റ് ആയാലും ശരി തന്നെ, തുല്യമായാലും ശരി തന്നെ വ്യത്യസ്തമായാലും ശരി തന്നെ, ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ, അതായത് അംശം ഗുണം അംശം ഭാഗം ഛേദം ഗുണം ഛേദം. ഓക്കെ, നമ്മൾ രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവയുടെ ഡിനോമിനേറ്റർ സെയിം ആണോ വ്യത്യസ്തമാണോ എന്നൊന്നും നോക്കണ്ട. രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ഇനി എത്ര വലിയ ക്വസ്റ്റ്യൻ ആയാലും ശരി തന്നെ, ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അതായത് ഇവിടെ ഏതൊക്കെയാണ് ന്യൂമറേറ്റർ? 3 4 അല്ലേ. 3 × 4/5 × 6, 3 × 4/5 × 6 = 12/30. ഈക്വൽ ടു എന്താണ്? 12/30 എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതാക്കിയത് അല്ലേടേ. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 12/30 എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. പക്ഷെ നമുക്കിതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എങ്ങനെ വരും? 12 എത്ര 2 ഉണ്ടേ? 6 2 അല്ലേ 12. അപ്പൊ 6. 30 എത്ര 2 ഉണ്ട്? 15 അല്ലേ. ഇനിയും നമുക്കിതിനെ ചെറുതാക്കാൻ പറ്റും. നോക്കിയേ, 6/15. 2 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 ഉണ്ട്. 6 എത്ര 3? 2 3 6. 15 എത്ര 3? 5 3 15. 2/5. 12/30 വെച്ച് എഴുതി നിർത്തിയാലും ശരി തന്നെയാണ്. ഞാനിത് ചെറുതാക്കി എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 4/7 × 5/7. ഓക്കെ, നിങ്ങളോട് ഞാൻ നേരത്തെ പ്രത്യേകിച്ച് പറഞ്ഞതാണ്, ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അവയുടെ ഡിനോമിനേറ്റർ സെയിം ആയാലും ശരി തന്നെ വ്യത്യസ്തമായാലും ശരി തന്നെ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അതായത് ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം ആണ്. നമ്മൾ നേരത്തെ കൂട്ടിയപ്പോഴും കുറച്ചപ്പോഴും എന്ത് ചെയ്തു? ഡിനോമിനേറ്റർ സെയിം ആയി വന്നപ്പോൾ ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയല്ലേ. നിങ്ങൾ അത് വിചാരിച്ചിട്ട്, അതായത് കൂട്ടിയപ്പോഴും കുറച്ചപ്പോഴും ഡിനോമിനേറ്റർ സെയിം ആയി വന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്റർ അതുപോലെ എഴുതി. നിങ്ങൾ അത് വിചാരിച്ചിട്ട് ഒരിക്കലും ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ ഗുണിക്കുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ അതുപോലെ എഴുതരുത്. ഇനി ഡിനോമിനേറ്റർ സെയിം ആയാലും ശരി തന്നെ വ്യത്യസ്തമായാലും ശരി തന്നെ രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ, അംശം ഗുണം അംശം ഭാഗം ഛേദം ഗുണം ഛേദം. അപ്പൊ നോക്കിയേ, 4 × 5/7 × 7 = 20/49. ഓക്കെ, 20/49. കോമൺ ആയിട്ട് ഒരു നമ്പർ ഇല്ല നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട്, അതുകൊണ്ട് 20/49 എന്ന് തന്നെ എഴുതും. അടുത്തതായിട്ട് ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിവിഷൻ, ഭിന്നസംഖ്യകളുടെ ഹരണം. പലപ്പോഴും നിങ്ങൾ പാടായിട്ട് കരുതുന്ന ഒരു കാര്യമാണല്ലേ. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. 3/5 ഡിവൈഡഡ് ബൈ 4/6. 3/5 ഡിവൈഡഡ് ബൈ 4/6. അപ്പോൾ 3/5നെ 4/6 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിവിഷൻ വന്നാൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിവിഷൻ വന്നാൽ ഫസ്റ്റ് പാർട്ടിനെ അതുപോലെ എഴുതണം. ഫസ്റ്റ് പാർട്ടിനെ എന്ത് ചെയ്യുന്നൂടെ? അതുപോലെ എഴുതണം. നോക്കിയേ, 3/5 അതുപോലെ എഴുതി. അപ്പോൾ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിവിഷൻ വരുമ്പോൾ ഫസ്റ്റ് പാർട്ടിനെ അതുപോലെ എഴുതണം. ശേഷം
ഡിവിഷൻ സൈൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആക്കണം. ഡിവിഷൻ സൈൻ മാറ്റി എന്താക്കണം? മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആക്കണം. നോക്കിയെടുത്ത് ശേഷം അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇതാണ് ഫസ്റ്റ് പാർട്ട്, ഇതാണ് സെക്കൻഡ് പാർട്ട്. അപ്പൊ ഫസ്റ്റ് പാർട്ടിനെ എന്ത് ചെയ്യണം? ഫസ്റ്റ് പാർട്ട് ആദ്യ ഭാഗത്തിനെ അതുപോലെ എഴുതണം. ശേഷം ഹരണ ചിഹ്നം മാറ്റി ഗുണന ചിഹ്നമാക്കണം. ഡിവിഷൻ സൈൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആക്കണം. ശേഷം സെക്കൻഡ് പാർട്ടിന്റെ റെസിപ്രോക്കൽ, അല്ലെങ്കിൽ വിൽക്രമം എടുക്കണം. സെക്കൻഡ് പാർട്ടിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എടുക്കണമെന്നൊക്കെ നമ്മളുടെ പറഞ്ഞ നമ്മളാകെ കിളി പറഞ്ഞിരിക്കും ഇല്ലടെ. എന്തോന്നടെ ഈ റെസിപ്രോക്കൽ അല്ലെങ്കിൽ എന്താ ഈ വിൽക്രമം? നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കൂല്ലേ, ആകെ കിളി പറക്കും. സിമ്പിളാണ്, വേറെ ഒന്നുമില്ലടാ, സിമ്പിളാണ്. റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, പറയട്ടെ. അംശത്തിനെ ഛേദമാക്കണം, ഛേദത്തിനെ അംശമാക്കണം. അംശത്തിനെ ഛേദമാക്കണം, ഛേദത്തിനെ അംശമാക്കണം. ഇനിയും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ താഴെയുള്ള നമ്പറിനെ മുകളിൽ എഴുതണം, മുകളിലുള്ള നമ്പറിനെ താഴെ എഴുതണം. അതാണ് റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എന്ന് പറയുന്നത്. ഇനി മറക്കൂടെ? ഇപ്പൊ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എന്ന് പറഞ്ഞാൽ എന്താ? താഴെയുള്ള നമ്പറിനെ മുകളിലാക്കണം, മുകളിലുള്ള നമ്പറിനെ എവിടെ എഴുതണം? ഇവിടെ താഴെ എഴുതണം. അത്രേ ഉള്ളൂ. ഇനി ആര് ചോദിച്ചാലും മറക്കല്ലേ. നമ്മളോട് ചിലപ്പോൾ വന്നിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി നീ ആ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എന്ന് പറ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്കറിയാല്ലേ, സിമ്പിളാണ്. എന്താ ഇനി ആരെങ്കിലും മറക്കൂടെ? റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എന്ന് പറഞ്ഞാല് ഒരു ഫ്രാക്ഷൻ നമ്പറിന്റെ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററായും ഡിനോമിനേറ്ററായും എഴുതുന്നതിനെയാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. അല്ല സിമ്പിൾ ആയിട്ട് തീരെ ലോ ലെവലിൽ പറയുവാണെങ്കിൽ താഴെയുള്ള നമ്പറിനെ മുകളിൽ എഴുതണം, മുകളിലുള്ള നമ്പറിനെ താഴെ എഴുതണം. അപ്പൊ നോക്കിയേ, നമുക്ക് എങ്ങനെ വരും? 6/4 എന്ന് വരും അല്ലേ. 4/6 മാറി അതെന്താകും? 6/4. ഒന്നുകൂടെ പറയാം. ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിവിഷൻ വരുവാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിനെ അതുപോലെ എഴുതണം. ശേഷം ഡിവിഷൻ സൈൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആക്കണം. ശേഷം സെക്കൻഡ് പാർട്ടിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം താഴെയുള്ള നമ്പറിനെ മുകളിൽ എഴുതണം, മുകളിലുള്ള നമ്പറിനെ താഴെ എഴുതണം. നേരത്തെ ഇവിടെ താഴെ 6 ആയിരുന്നു, അതിനിപ്പോൾ ഞാൻ മുകളിൽ എഴുതി. മുകളിൽ 4 ആയിരുന്നു, അതിനെ താഴെ എഴുതി. നിങ്ങൾ നോക്കിയേ, ഇതിപ്പോ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. നമ്മൾ നോക്കിയേ, 3/5 × 6/4 ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ? ന്യൂമറേറ്റർ × ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ × ഡിനോമിനേറ്റർ. അതായത് 3 × 5/5 × 4 = 15/20. ഇത് രണ്ടും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ചെറുതാക്കി എഴുതാൻ പറ്റും. ഇതുവരെ എഴുതിയാലും ശരി തന്നെയാണ്. ഞാൻ ക്യാൻസൽ ചെയ്ത് എഴുതുന്നു എന്നേ ഉള്ളൂ. 15ൽ എത്ര 5 ഉണ്ട്? 3 × 5 = 15. 20ൽ എത്ര 5 ഉണ്ട്? 4 × 5 = 20. അപ്പൊ 3/4. മനസ്സിലായോടെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു എന്ന് കരുതുക. 5/2 ഡിവൈഡഡ് ബൈ 4/9. 5/2 ഡിവൈഡഡ് ബൈ 5/2 ഹോൾ ഡിവൈഡഡ് ബൈ 4/9. അപ്പൊ ഈ ഒരു മോഡലിൽ കാണുമ്പോഴേ നിങ്ങൾ വിചാരിക്കും, ഓ പെട്ട് 5/2/4/9 ഇത് എന്തോ സാധനം. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലേ. ഇവിടെ സിമ്പിൾ ആണ്. നോക്കിയേ, 5/2 ഡിവൈഡഡ് ബൈ 4/9 സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിയോ, ഇങ്ങനെയാണ് 5/2 ഈ ഡിവൈഡഡ് ബൈ. അതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ആ വലിയ വരയ്ക്ക് വരെ ഇങ്ങനെ 2 ഡിവൈഡഡ് ബൈ 4/9. ഈ ക്വസ്റ്റ്യനെയാണ് അവർ നമ്മൾ പറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്തേക്കുന്നത്? ഇങ്ങനെ ഇട്ടേക്കുന്നത്. നമ്മൾ അതിലും എന്ത് ചെയ്യരുത്? തളർന്നു പോകരുത്, പേടിക്കരുത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ 5/2 അതുപോലെ എഴുതി, വലിയ വരയ്ക്ക് വരെ ഡിവൈഡഡ് ബൈ കൊടുത്തു 4/9. ഇപ്പൊ നേരത്തെ പോലെ ആയില്ലേ? ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിവിഷൻ അല്ലേ. എങ്ങനെയാ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിവിഷൻ? ഫസ്റ്റ് പാർട്ട് അതുപോലെ എഴുതും അല്ലേ. അപ്പൊ 5/2 അതുപോലെ എഴുതി. ശേഷം ഹരണ ചിഹ്നം മാറ്റി എന്താക്കണോടെ? ഗുണന ചിഹ്നം അല്ലേ. അതായത് ഡിവിഷൻ സൈൻ മാറ്റി എന്താക്കണം? മൾട്ടിപ്ലിക്കേഷൻ സൈൻ. ഓക്കെ, ഡിവിഷൻ സൈൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആക്കുന്നു. അടുത്ത് 4/9 എങ്ങനെ വരുവാടാ? അത് സെക്കൻഡ് പാർട്ടിന്റെ എന്താ എടുക്കേണ്ടേ? റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം. എന്താ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എന്ന് പറഞ്ഞാല് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ആക്കും, ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ആക്കും. അംശത്തിനെ ഛേദമാക്കും, ഛേദത്തിനെ അംശമാക്കും. ഇനി സിമ്പിൾ ആയിട്ട് പറഞ്ഞാലോടെ താഴെയുള്ള നമ്പറിനെ മുകളിൽ എടുത്ത് എഴുതും, മുകളിലുള്ള നമ്പറിനെ താഴെ എടുത്ത് എഴുതും അല്ലേ. അപ്പൊ എങ്ങനെയാ? 9/4. ഓക്കെ ആണോ? അപ്പൊ നോക്കിയാ, ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഇത്. അതായത് 5 × 9/2 × 4 = 45/8. 45/8 ഇതാണ് ആൻസർ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്രയും സമയം ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ. അപ്പൊ ഒന്നുകൂടെ അത് പറഞ്ഞുതരാം എങ്ങനെയെന്ന്. രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ ചോദിച്ചാൽ
ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യുവാനോ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റർ സെയിം ആണോ വ്യത്യസ്തമാണോ എന്ന് നോക്കണം. അംശം അല്ലെങ്കിൽ ഛേദം വ്യത്യസ്തമാണോ സെയിം ആണോ എന്ന് നോക്കണം. ഛേദം വ്യത്യസ്തമാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഛേദം വ്യത്യസ്തമാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, വിപരീത ഗുണനം. ഛേദം തുല്യമാണ് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ ഛേദം അതുപോലെ എഴുതിയിട്ട് അംശങ്ങളെ തമ്മിൽ കൂട്ടാനാണെങ്കിൽ കൂട്ടും, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കും. കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്ത് പഠിച്ചത് മൾട്ടിപ്ലിക്കേഷൻ, ഭിന്നസംഖ്യകളുടെ ഗുണനം. രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ, ഗുണിക്കുവാൻ പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആയാലും ശരി തന്നെ വ്യത്യസ്തമായാലും ശരി തന്നെ. സെയിം ആണോ വ്യത്യസ്തമാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ ഡിനോമിനേറ്റർ സെയിം ആണോ വ്യത്യസ്തമാണോ നോക്കേണ്ട ആവശ്യമില്ല. ന്യൂമറേറ്ററിന്റെ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത് നമ്മൾ പഠിച്ചത് ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിവിഷൻ. ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിവിഷൻ വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്, വേറൊന്നുമില്ല. ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ ഡിവിഷൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിനെ അതുപോലെ എഴുതണം. ശേഷം ഹരണചിഹ്നം മാറ്റി ഗുണനചിഹ്നമാക്കണം. സെക്കൻഡ് പാർട്ടിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിക്രമം എടുക്കണം. റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിക്രമം എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ആക്കണം, ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ആക്കണം. അതായത് താഴെയുള്ള നമ്പറിന്റെ മുകളിലും മുകളിലുള്ള നമ്പറിനെ താഴെയും ആക്കണം. അത്രയേ ഉള്ളൂ. ശേഷം അവയെ തമ്മിൽ എന്ത് ചെയ്യണൂടെ? ന്യൂമറേറ്ററിന്റെ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന ടോപ്പിക് കഴിഞ്ഞു. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കാണ് നിങ്ങളൊരു 4 ഫോർമുല, 4 ഫോർമുല എല്ലാവരും പഠിച്ചിരിക്കണം. നമുക്ക് ഓരോ ഫോർമുലയായിട്ട് ഞാൻ ഓരോ ഫോർമുലയായിട്ട് പറഞ്ഞുതരാം. ഓരോ ഫോർമുലയും അതിന്റെ പ്രോബ്ലമായിട്ട് നമുക്ക് ചെയ്യാം. നോക്കിക്കോളൂ. ഫസ്റ്റ് ഫോർമുല എങ്ങനെയാണ്? എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ. എന്താ എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ? എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം പ്ലസ് എൻ. അപ്പൊ എന്താ എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ? എക്സ് റൈസ് ടു എം പ്ലസ് എൻ. അപ്പൊ നോക്കിയാണ്, അതായത് നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. നോക്കിയേ, 2 raised to 3 into 2 raised to 1. 2 raised to 3 into 2 raised to 1. നോക്കിയേ, ഇതിപ്പോ എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഫോം അല്ലേ? അല്ലേടെ? എന്താ എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം പ്ലസ് എൻ, 2 റൈസ് ടു 3 പ്ലസ് 1. ഓക്കെ, മനസ്സിലായോ? നോക്കിയേ, എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം പ്ലസ് എൻ. അങ്ങനെയെങ്കിൽ 2 റൈസ് ടു 3 ഇൻറ്റു 2 റൈസ് ടു 1 എന്ന് പറഞ്ഞാലോ? ഇതിപ്പോ നോക്കിയാൽ എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഫോം അല്ലേ? അപ്പൊ എക്സ് റൈസ് ടു എം പ്ലസ് എൻ 2 റൈസ് ടു 3 പ്ലസ് 1 ഈക്വൽ ടു 2 റൈസ് ടു 4 എന്ന്. ഓക്കെ, 2 റൈസ് ടു 4. 2 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 4 അല്ല. നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുള്ള ഒരു തെറ്റാണ്. 2 റൈസ് ടു 4 എന്ന് പറയുമ്പോൾ പലരും 2 ഇൻറ്റു 4 എന്ന് ചെയ്യുന്നു. 2 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 2നെ 4 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നോക്കിയേ, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, ഇനി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഒരുപോലുള്ള രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ഒരു ബ്രാക്കറ്റിനുള്ളിൽ ആക്കണം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ 2 ഇൻറ്റു 2 എത്രയാ? 4 ഇൻറ്റു അതുപോലെ കൊടുത്തു. 2 ഇൻറ്റു 2 എന്താ? 4 ഈക്വൽ ടു 16. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഇപ്പോൾ എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം പ്ലസ് എൻ. 2 റൈസ് ടു 3 ഇൻറ്റു 2 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ. അതേ ഫോം അല്ലേ? അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു എം പ്ലസ് എൻ 2 റൈസ് ടു 3 പ്ലസ് 1. അപ്പോൾ 2 റൈസ് ടു 3 പ്ലസ് 1 എന്താ? 4. അപ്പോൾ 2 റൈസ് ടു 4. 2 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 2നെ എത്ര പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം? 4 പ്രാവശ്യം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഇനി തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഒരുപോലെയുള്ള രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ഒരു ബ്രാക്കറ്റിനുള്ളിലാക്കണം. ഞാനിതാ രണ്ട് നമ്പേഴ്സിനെ ഓരോ ബ്രാക്കറ്റിനുള്ളിലാക്കി. 2 ഇൻറ്റു 2 എന്താ? 4 ഇൻറ്റു 2 ഇൻറ്റു 2 എന്താ? 4. അപ്പോൾ 4 ഇൻറ്റു 4 16. ഓക്കെ ആണോ? ഓക്കെ, നമുക്കിനി അടുത്ത ഫോർമുലയിലേക്ക് പോകാം. അടുത്ത ഫോർമുല ഇതാണ്: എക്സ് റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ. എക്സ് റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ. എക്സ് റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഫോർമുല എങ്ങനെയാ? എക്സ് റൈസ് ടു എം ഇൻറ്റു എൻ. എക്സ് റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം ഇൻറ്റു എൻ. ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. 4 റൈസ് ടു 2 ദ ഹോൾ റൈസ് ടു 3. 4 റൈസ് ടു 2 ദ ഹോൾ റൈസ് ടു 3. ഇത് നോക്കിയേ, എക്സ് റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഫോം അല്ലേ? എന്താ എക്സ് റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ? എക്സ് റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം ഇൻറ്റു എൻ.
അപ്പോൾ 4⁻²³ എന്ന് പറഞ്ഞാൽ 4⁻²2 × 3, അതായത് 4⁻6. എന്താ 4⁻6 എന്ന് പറഞ്ഞാൽ 4 × 6 ആണോ? ഒരിക്കലും അല്ല. 4നെ 4 പ്രാവശ്യം എഴുതി കുടിക്കണം അല്ലേ? അപ്പോൾ 4 × 4 × 4 × 4 × 4 × 4. 4 × 4 ഒരു ബ്രാക്കറ്റിൽ, 4 × 4 ഒരു ബ്രാക്കറ്റിൽ, 4 × 4 ഒരു ബ്രാക്കറ്റിൽ. തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരുപോലെയുള്ള നമ്പേഴ്സിനെ ഒരു ബ്രാക്കറ്റിനുള്ളിലാക്കി. 4 × 4 എന്താ? 16. 4 × 4 16 × 16 അല്ലേ? അല്ലേടെ? 16 × 60 എന്ന് പറഞ്ഞാൽ 256 × 16. ഓക്കെ, ഒരുപോലുള്ള ഒരു ബ്രാക്കറ്റിനകത്താക്കി. അപ്പോൾ 16 × 16 256 × ഈ 16. അപ്പോൾ എന്ത് വരും ഇവിടെ? 4096. 4096. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ 2 ഫോർമുലാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഒന്നുകൂടെ പറയാം. x⁻m the whole raised to n എന്ന് പറഞ്ഞാൽ x⁻m × n. അപ്പോൾ 4⁻²³ എന്ന് പറഞ്ഞാൽ 4⁻2 × 3. അപ്പോൾ 4⁻6. 4നെ 6 പ്രാവശ്യം എഴുതി കുടിക്കുന്നു. 2 എണ്ണം വീതം ഒരു ബ്രാക്കറ്റിനുള്ളിലാക്കുന്നു. ഒരുപോലെയുള്ള 4 × 4 16, 4 × 4 16 × 16. 16 × 16 256 × 16 = 4096. ഇനി നമുക്ക് അടുത്തൊരു ഫോർമുലയിലേക്ക് പോകാം. അടുത്ത ഫോർമുല എങ്ങനെയാണ്? x⁻m ഡിവൈഡഡ് ബൈ x⁻n. x⁻m ഡിവൈഡഡ് ബൈ x⁻n ഈക്വൽ ടു x⁻m - n ഫോർ m ഗ്രേറ്റർ ദാൻ n. അതായത് m ഗ്രേറ്റർ ദാൻ n ആയിരിക്കുമ്പോഴാണ്, അതായത് m എന്ന് പറയുന്നത് n-നേക്കാളും വലുതായിരിക്കുമ്പോഴുള്ള ഫോർമുലയാണ് x⁻m - n. അപ്പോൾ x⁻m ബൈ x⁻n ഈക്വൽ ടു എന്താ? x⁻m - n. ഒരു പ്രോബ്ലം ചെയ്യാം. 2⁻7/2⁵ ഈക്വൽ ടു എന്ത് വരും? 2⁻7/2⁵. നോക്കിയാൽ x⁻m ബൈ x⁻n ഈക്വൽ ടു x⁻m - n. അപ്പോൾ 2⁻7 - 5. അപ്പോൾ 2⁻2. എന്താ 2⁻2 എന്ന് പറഞ്ഞാൽ? 2 × 2. 2നെ 2 പ്രാവശ്യം എഴുതി കുടിക്കണം. അപ്പോൾ എന്താണ്? 4. അല്ലായോ? ഓക്കെ. അപ്പോൾ x⁻m ബൈ x⁻n ഈക്വൽ ടു x⁻m - n ആണ്. അത് എപ്പോഴാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്? m വലുതും n ചെറുതുമായിരിക്കുമ്പോൾ. ഇനി n വലുതും m ചെറുതുമാകുമ്പോഴുള്ള ഫോർമുലയും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഓക്കെ ആണോ? നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അടുത്ത ഫോർമുല എങ്ങനെയാണ്? x⁻m ബൈ x⁻n. x⁻m ബൈ x⁻n തന്നെയാണ് ഈക്വൽ ടു 1/x⁻n - m. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നേരത്തെ സെയിം ഫോർമുല അല്ലേടെ? നേരത്തെ സെയിം ഫോർമുല. പക്ഷെ നേരത്തെ നമ്മൾ എഴുതിയത് x⁻m - n, എന്നാൽ ഇവിടെ എഴുതിയത് 1/x⁻n - m ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ n ആണ് വലുത്. n വലുതും m ചെറുതുമാണ്. അപ്പം നമുക്ക് വലുതിൽ നിന്നല്ലേ ചെറുത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്തെന്ന് വന്നത്? n - m വന്നത്. ഓക്കെ, ഇവിടെ n വലുതും m ചെറുതുമാണ്. അതുകൊണ്ടാണ് n - m വന്നത്. പ്രോബ്ലം നോക്കാം. 2⁻3/2⁻7. നോക്കിയേ, ഇവിടെ m ചെറുതല്ലേ, n അല്ലേ വലുത്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. അപ്പം എങ്ങനെ വരും? 1/x-ന്റെ സ്ഥാനത്ത് എന്താ? 2. 2⁻n - m 7 - 3. അതായത് 1/2⁴ ഈക്വൽ ടു 1/2⁴ എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 1/2 × 2 4. 4 × 2 8. 8 × 2 16. 1/16. ഇതാണ് ഇതിൻ്റെ ആൻസർ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 16⁻⁻1. 16⁻⁻1 എന്ന് എഴുതിയാലും 1/16 എന്ന് എഴുതിയാലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പഠനാനുഭവത്തെ സഹായിച്ച ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കാൻ മറക്കരുത്. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ നിങ്ങൾ സന്ദർശിക്കുമല്ലോ. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരിചയപ്പെടുത്തുകയും വേണം. കൂടുതൽ നല്ല വീഡിയോകളും ക്ലാസ്സുകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്.